മെയ് 28-ന് വാഷിംഗ്ടൺ DC-യിലെ സെൻറ് മേരീസ് ബസിലിക്കയിൽ ദ ഗ്ലോബൽ റോസറി പിലിഗ്രിമേജ് നടന്ന ദിവസമാണ്. ഈ വർഷം എനിക്കും അതിൽ പങ്കുചേരാൻ സാധിച്ചതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും തിരുരൂപം അനാച്ഛാദനം ചെയ്യപ്പെട്ടു. ദേവാലയത്തിലുള്ള എല്ലാവരും അതൊന്ന് ദർശിക്കാനായി ശരിക്കും കാത്തു നിൽക്കണം. കാരണം വളരെ ചിട്ടയോടെ ലൈനായിട്ട് വേണം അതൊന്ന് കാണാനായിട്ട്. പരിശുദ്ധ മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും സ്വർണ്ണ പ്രതിമ ആദ്യമായി കണ്ട നിമിഷം എൻ്റെ ഹൃദയം വിവരിക്കാനാവാത്ത ആനന്ദത്താലും സമാധാനത്താലും നിറഞ്ഞു. സ്വർണ്ണ പ്രതിഭയിൽ തിളങ്ങിയ ആ പ്രതിമ സ്വർഗത്തിൻ്റെ ഒരു ചെറിയ കാഴ്ച പോലെ അനുഭവപ്പെട്ടു. മാതാവിൻ്റെ മുഖത്തെ സൗമ്യതയും കരുണയും മാതൃസ്നേഹവും ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. മാതാവിൻ്റെ കൈകളിൽ സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുന്ന ഉണ്ണിയേശുവിൻ്റെ ദിവ്യ സൗന്ദര്യം നോക്കി നിന്നപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ആശങ്കകളും അകന്നു പോയതുപോലെ തോന്നി. സൂര്യപ്രകാശം പ്രതിമയിൽ പതിക്കുമ്പോൾ സ്വർണ്ണനിറം കൂടുതൽ തിളങ്ങി. സ്വർഗീയ കൃപ ഭൂമിയിലേക്ക് ഒഴുകി വരുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരുന്നു അത്. ആ പ്രകാശത്തിൽ മാതാവിൻ്റെ മുഖം പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം നൽകുന്നത് പോലെ തോന്നി. ഉണ്ണിയേശുവിൻ്റെ പുഞ്ചിരി ഹൃദയത്തിൽ ആശ്വാസവും ആത്മാവിന് നവോന്മേഷവും നൽകി. ആ പ്രതിമയുടെ മുൻപിൽ നിൽക്കുമ്പോൾ സമയം പോലും നിശ്ചലമായതുപോലെ തോന്നി. മനസ്സ് പ്രാർത്ഥനയിലേക്കും നന്ദിയിലേക്കും ദൈവസാന്നിധ്യത്തിൽ ആഴമുള്ള അനുഭവങ്ങളിലേക്കും. അതൊരു പ്രതിമ മാത്രമായിരുന്നില്ല, ദൈവസ്നേഹത്തിൻ്റെ, മാതൃകരുണയുടെ, സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യം പോലെയായിരുന്നു. സ്വർണ്ണ പ്രതിഭയിൽ തിളങ്ങുന്ന മാതാവും ഉണ്ണിയേശുവും എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ ഒരു പ്രതിമയല്ല, അത് സ്വർഗത്തിൻ്റെ ഒരു മിന്നുന്ന ദർശനമായിരുന്നു. ആ നിമിഷം എൻ്റെ ഹൃദയം കൃപയാലും സമാധാനത്താലും നന്ദിയാലും നിറഞ്ഞൊഴുകി.